നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഉയർന്ന സാക്ഷരത, രണ്ട് മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ. എന്നാൽ ഇക്കൂട്ടത്തിൽ ഭയപ്പെടേണ്ട ഒരു വലിയ റെക്കോർഡ് കൂടി നമുക്കുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ തന്നെ പ്രമേഹ തലസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറിക്കഴിഞ്ഞു. ICMR നടത്തിയ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് കേരളത്തിലെ 4-ൽ ഒരാൾക്ക് ഇന്ന് പ്രമേഹം ഉണ്ട്. അതായത് 25.5% ആളുകൾക്ക്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയോളം കൂടുതലാണത്. ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്ന മരണങ്ങളിൽ 5-1 പ്രമേഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മെ ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഇതൊരു പുതിയ വിഷയമൊന്നുമല്ല. നിങ്ങൾ തലങ്ങും വിലങ്ങും കേൾക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പല വീഡിയോകളും നിങ്ങളിതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. കേരളത്തിലെ പ്രമേഹ വ്യാപനം എന്ന പഠന വിഷയവും അരി ഉപഭോഗ വിവരങ്ങളും കേരള ആരോഗ്യവകുപ്പിന്റെ പ്രമേഹ ചികിത്സാ പ്രോട്ടോക്കോളും പ്രമുഖ ഡയബറ്റോളജിസ്റ്റുകളുടെ ഗവേഷണ റിപ്പോർട്ടുകളും പരിശോധിച്ചിട്ട് സമൂഹത്തിൽ ആരോഗ്യകരമായ അവബോധം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനൽ എന്ന നിലയിലാണ് ടൈം മീഡിയ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് മലയാളിക്ക് മാത്രം ഈ റൈസ് ട്രാപ്പ് അഥവാ അരിയുടെ കെണി ഇത്ര വലിയ ഭീഷണിയാകുന്നത് എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ആദ്യമായി എന്താണ് ഈ റൈസ് ട്രാപ്പ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അരി മലയാളിക്ക് വെറുമൊരു ഭക്ഷണമല്ല, അതൊരു സംസ്കാരമാണ്. കാരണം നമ്മളിടയ്ക്കൊക്കെ പറയാറില്ലേ, അരിയാഹാരം കഴിക്കുന്ന മലയാളി ഇതൊന്നും കേട്ടില്ല വിശ്വസിക്കില്ല കേട്ടോ എന്ന്. അങ്ങനെ ഒരു ചൊല്ലു തന്നെ നമ്മുടെ ഇടയിലുണ്ട്, അരിയാഹാരം കഴിക്കുന്ന ആൾ. അത്രമാത്രം അരി എന്നത് നമ്മുടെ സംസ്കാരവുമായി, നമ്മുടെ ആരോഗ്യവുമായി, നമ്മുടെ ശരീരവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് കാലത്ത് കഠിനമായ ശാരീരിക അധ്വാനം ചെയ്തിരുന്ന നമ്മളുടെ മുൻഗാമികൾക്ക്, പൂർവികർക്ക് ധാരാളം ഊർജം ആവശ്യമായിരുന്നു. കാരണം അവർ പാടത്തും പറമ്പത്തും വല്ലാതെ പണിയെടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവർ വലിയ അളവിൽ ചോറ് കഴിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത രീതി ആകപ്പാടെ മാറി. കഠിനാധ്വാനം കുറഞ്ഞു, ഇരുന്നുള്ള ജോലികൾ കൂടി. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ അരിയുടെ അളവ് മാത്രം കുറഞ്ഞില്ല, ജീവിത സാഹചര്യമേ മാറിയുള്ളൂ, ഭക്ഷണം നമ്മൾ മാറ്റിയിട്ടില്ല. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ കഴിക്കുന്ന കലോറിയുടെ 62.3% കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനർത്ഥം ആവശ്യത്തിലധികം പഞ്ചസാര നമ്മളുടെ രക്തത്തിലേക്ക് ദിവസം പ്രതി എത്തുന്നുണ്ട് എന്നതാണ്. ശരീരത്തിന് അത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ പഞ്ചസാര കൊഴുപ്പായി മാറുന്നു. ഇത് പിന്നീട് ഇൻസുലിൻ പ്രതിരോധം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കുകയും പ്രമേഹത്തിന് സ്വാഭാവികമായും ഒരു കാരണമാവുകയും ചെയ്യുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓർക്കേണ്ടതായുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ അരിയുടെ ഉപയോഗം അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് പ്രമേഹവും അമിതവണ്ണവും കുറയുന്നില്ല? ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഇവിടെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. ചോറ് പലരും കുറച്ചു, പകരം എന്ത് കഴിച്ചു? മൈദ കൊണ്ടുള്ള പൊറോട്ടയോ വടയോ പപ്സോ അല്ലെങ്കിൽ മറ്റ് ബേക്കറി പലഹാരങ്ങളോ കഴിച്ചു. സത്യത്തിൽ ഇത് അരിയേക്കാൾ അപകടകരമാണ്. പ്രശസ്ത ഡയബറ്റോളജിസ്റ്റുകളുടെ നിരീക്ഷണ പ്രകാരം കേരളത്തിലെ 20 വയസ്സിന് മുകളിലുള്ളവരിൽ 90% പേരും അമിതവണ്ണമുള്ളവരാണ്. അരിയുടെ അളവ് കുറയ്ക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പകരം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്? ഇതിന് നമ്മുടെ ആരോഗ്യ വകുപ്പും ഡയബറ്റീസ് അസോസിയേഷനുകളും നിർദ്ദേശിക്കുന്ന ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് പ്ലേറ്റ് മെത്തേഡ്. ഒരു സാധാരണ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന 9 ഇഞ്ച് വലുപ്പമുള്ള പ്ലേറ്റിനെ നമുക്ക് ഒന്ന് തരംതിരിക്കാം, അതായത് ഒന്ന് തിരിക്കാം. അതായത് അതിൻ്റെ 50% അന്നജം കുറഞ്ഞ പച്ചക്കറികൾ, അതായത് നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ്, ചീര, പയർ, കോളിഫ്ലവർ, വെള്ളരിക്ക തുടങ്ങിയതൊക്കെ ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഒരു 1/4 ഭാഗമുള്ളതിനെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, മീൻ കറി, മുട്ട, പരിപ്പ്, ചെറുപയർ അല്ലെങ്കിൽ കടല എന്നിവ ആ ഭാഗത്ത് വെക്കാം. അപ്പോൾ പ്ലേറ്റിൻ്റെ 2 സൈഡ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. മീനിൻ്റെ കാര്യം പറയുമ്പോൾ ഒറ്റക്കാര്യം ഓർത്തോണം, വറുത്ത മീനിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്, കറി വെച്ച മീനാണ്. ഇനി അടുത്ത 25%, 1/4 ഭാഗം, ഇവിടെ മാത്രമേ അരിഭക്ഷണമോ ചപ്പാത്തിയോ പാടുള്ളൂ. ഏകദേശം 1 കപ്പ് ചോറ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും നാരുകളും ലഭിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ സാധിക്കുകയും ചെയ്യും. ഇനി ചോറാക്കാനായി ഏതരി തിരഞ്ഞെടുക്കണം എന്നതാണ് മറ്റൊരു സംശയം. നമ്മുടെ നാടൻ മട്ടയരിക്ക് വെളുത്ത അരിയെ അപേക്ഷിച്ച് ഗുണങ്ങൾ കൂടുതലാണ്. മട്ടയരിയിൽ ആന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റും തവിടും അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വെളുത്ത അരിയേക്കാൾ കുറവാണ്. അതായത് പഞ്ചസാര രക്തത്തിലേക്ക് പതുക്കെ മാത്രമേ കലരുകയുള്ളൂ എന്ന് സാരം. കൂടാതെ റാഗി, ചാമ തുടങ്ങിയ ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. റാഗിയിൽ കാൽസ്യവും നാരുകളും ധാരാളമുണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ഏത് ധാന്യമാണെങ്കിലും അളവ് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
പ്രമേഹം നിയന്ത്രിക്കുക എന്നത് കഠിനമായ ഒരു പട്ടിണി കിടക്കലല്ല, മറിച്ച് ശരിയായ തിരഞ്ഞെടുപ്പുകളാണ്. അരിയെ നമ്മളിങ്ങനെ കണ്ടമാനം പേടിക്കേണ്ടതില്ല, പക്ഷേ മാറിയ കാലത്തിനനുസരിച്ച് അതിൻ്റെ അളവ് നമ്മൾ ക്രമീകരിച്ചിരിക്കണം. ഇതിനൊപ്പം ദിവസവും ഒരു 30 മിനിറ്റ് വേഗത്തിൽ നടക്കുന്നത് ഇൻസുലിൻ പ്രവർത്തനക്ഷമത കൂട്ടാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം ഒരു 10-15 മിനിറ്റ് സാവധാനം നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ പെട്ടെന്നുള്ള വർധനവിനെ കുറയ്ക്കും. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ എത്തിക്കണം, മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.